എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗോവിന്ദന് മനസ്സിലായി ഗീതു വരുണിന്റെ രേഖയുടെ മുറി പെട്ടിരിക്കുകയെന്ന്. അപ്പൊ എങ്ങനെയെങ്കിലും അവളെ അവിടുന്ന് രക്ഷിച്ചാൽ മതിയാവുള്ളൂ. പക്ഷെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഒരൈഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. രേഖയും വരുണും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രക്ഷിക്കാന്ന് വെച്ചാൽ കഥ ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുക. പിന്നെ എങ്ങനെ ഇനി അവരുറങ്ങിയാലെങ്കിലും അവൾക്ക് ഇറങ്ങി വരാൻ പറ്റുമോന്ന് അറിയത്തില്ല. അവൾ എവിടെയാ ഒളിച്ചിരിക്കുന്നത് അറിയത്തില്ല. വാഷ്റൂമിലാണോ? വാഷ്റൂമിൽ പോയി ഒളിച്ചിരിക്കാൻ വഴിയില്ല. കാരണം അങ്ങനെ ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങാനും കയറി ചില സമയത്ത് കാണുമല്ലോ. ആകെപ്പാട് ടെൻഷനാ. തനിക്ക് പോയി കഥവ് തുറന്ന് അവളെ രക്ഷിക്കാനും പറ്റില്ല. താൻ ഇവിടെ ഉണ്ടെന്നറിയും, പോരാത്തൻ അവൾ ഇവിടെ ഉണ്ടെന്നറിയും. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ തല പുകഞ്ഞാലോചിച്ച് ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഈ സമയത്ത് കിഷോറിന്റെ അരിയിലേക്ക് അവർണിക വരുവാണ്. അവർണിക വന്ന് കിഷോറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിഷോർ പറഞ്ഞു, എനിക്കറിയാം ഇപ്പൊ നീ പണ്ടത്തെ പോലെയൊന്നും അല്ല. നിന്റെ മനസ്സിൽ ആരാ എന്താന്നൊക്കെ ഉള്ളത് എനിക്കറിയാന്ന് പറയാം. ഇത് കേട്ടതും അവർണി പറഞ്ഞ്, അറിയാലോ, ഒരു കാര്യം നീ ചെയ്യണം. എന്റെ സ്വത്തുക്കള് എന്റെ അച്ഛന് അധ്വാനിച്ചുണ്ടാക്കിയ പണമാ, അതെനിക്കിങ്ങോട്ട് വിട്ടു തരണമെന്ന് പറയാ. നീ പിന്നെ എങ്ങോട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, പിന്നെ ഞാൻ നിന്റെ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിന്റെ ഡാഡി എന്റെ പേരിലും കൂടെ അത് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും അവർണി പറഞ്ഞു, അതിന് നിനക്ക് എന്താ അവകാശമുള്ളത്? എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. നീ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പോയി വാങ്ങ്. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയില്ല ഒരു ഒരു തുള്ളി പൈസയോ അല്ലെങ്കിൽ ഒരു സാധനം പോലും നിനക്ക് തരില്ല എന്ന് പറയാം. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, അതെ, അങ്ങനെ നീ തന്നെ അങ്ങോട്ട് പോയി സൂഹിക്കേണ്ടെന്ന് പറയാം. പെട്ടെന്ന് അവർണി പറഞ്ഞു, എനിക്ക് നിന്നെ മനസ്സിലായടാ, പക്ഷേ എങ്കിലും മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. അതാ എനിക്ക് പറ്റിയ തെറ്റ്. പക്ഷെ ഇനി ആ അബദ്ധം മനസ്സിലാവില്ല. പറഞ്ഞു കേട്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മര്യാദയാണ് മര്യാദ. എന്റെ സ്വത്തിന്റെ വീതം തന്നിട്ട് നിനക്ക് മര്യാദയ്ക്ക് അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ നിന്നെ വെറുതെ വിടത്തില്ല. ഓർമ്മയുണ്ടല്ലോ അന്ന് അജാസിക്ക ചോദിച്ച കാര്യങ്ങളൊക്കെ. ഒരു പാർട്ണറുണ്ട്, അയാളെ സ്വത്തുക്കള് പകുതി കൊണ്ടുപോയിരിക്കുവന്ന്. എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ പകുതി അയാൾ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അതാരാ, അയാളുടെ പേര് പറയാനും പറഞ്ഞുകൊണ്ട് അജാസിക്ക കുറെ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നീ അന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. നിന്നെ ഉറപ്പായിട്ടും പഞ്ഞിക്കിടും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ, ഞാൻ പറയണോ വേണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും കിഷോർ ഒന്ന് ആലോചിച്ചു. കിഷോർ പറഞ്ഞു, നീ എന്തിനാ പറഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഞാനല്ലാതെ പിന്നെ ആരാ കിഷോർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നേ? എൻ്റെ അച്ഛൻ്റെ സ്വത്തിനെ കുറിച്ച് ഞാൻ തന്നെ വേണ്ട സംസാരിക്കാനായിട്ട്. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് ഞാനായിട്ടൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛൻ തന്ന സ്വത്ത് അതൊരിക്കലും ഞാൻ കൈവിട്ട് കളയില്ല. എൻ്റെ കുഞ്ഞിന് വേണോ അത്. നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരെനിക്ക് വലിയ പ്രയോജനമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം കുരങ്ങന്റെ കൈ പൂമാല കിട്ടുന്ന പോലെ നിനക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ തീർത്തിട്ട് മിക്കവാറും ആ സ്വത്ത് കൈക്കലാക്കാൻ നീ ശ്രമിക്കുമെന്ന് എനിക്കറിയാം. അതൊക്കെ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കത് കിട്ടിയേ തീരുള്ളൂ. ഒരു പൈസ പോലും കുറയാതെ നീ അത് എൻ്റെ പേർക്ക് തരണമെന്ന് പറയാം. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, അങ്ങനെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. അന്ന് നമുക്ക് കാണാന്ന് പറയണം. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഗീതു ഇരിക്കുകയാണ്. ഗീതുവിന് പുറത്തേക്ക് കടക്കാനും പറ്റില്ല. അപ്പോഴെല്ലാം വരുണ് മദ്യപിച്ചുകൊണ്ടിരിക്കുക. നല്ല ഉറക്കത്തിലെ രേഖ. നന്നായിട്ട് കിടന്നങ്ങോട്ട് മയങ്ങട്ടെ, അവൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇനിയിപ്പോൾ അവളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകത്തില്ല. ഇന്ന് ആദ്യരാത്രി ആഘോഷിക്കും അവൾ ഉറങ്ങിക്കിടക്കണ സമയത്ത്. ഈ വരുണിനോട് അവളുടെ കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ടിരുന്ന് മദ്യപിക്കുക. മുറിയിലേക്ക് ആരും കയറി വരത്തില്ലോ, കഥ കടിച്ച് കുറ്റിയിട്ടിരിക്കുന്നതല്ലേ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെയാലും രേഖേച്ചിനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. പിന്നീട് മദ്യപിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഉമ്മ വെക്കാനായിട്ട് രേഖയുടെ അടുത്തേക്ക് വരുൺ ചെല്ലുവാണ്. അങ്ങനെ മുഖത്തോട് മുഖം അടുപ്പിച്ച ദേഹത്തേക്ക് പതുക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങുന്ന സമയത്താണ് ഗീതു എന്ത് പതുക്കെ അതിന് അലമാരിക്കകത്തോണ്ട് റോയ്ക്കകത്തുനിന്നല്ല കബോർഡിനകത്ത് നിങ്ങളുടെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്ന് നോക്കിയുമ്പോൾ ഒരു ഫ്ലവർ വേസ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഫ്ലവർ വേസ് എടുത്തിട്ട് വരുണിന്റെ കഴുത്ത് നോക്കി ഒരു ഒറ്റ അടിയായിരുന്നു കൊടുത്തത്. കാരണം ആ ഒറ്റ അടിക്ക് തന്നെ വരുണ് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല. അതിനു മുമ്പ് വരുണ് കറങ്ങി തിരിഞ്ഞ് ആ ബെഡേലേക്ക് അങ്ങോട്ട് വീഴുവാണ്. കാരണം ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ്. പിന്നീട് ഗീതു അവിടെ നിന്ന് കഥവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ഗീതുവിന് വല്ലാത്ത വെപ്രാളും വിറയിലൊക്കെ ആയിരുന്നു. നേരെ ചെന്ന് മുറിയുടെ അവിടെ പോയി തട്ടുവാണ്. പെട്ടെന്ന് ഗോവിന്ദ് മുറി തുറന്നു. ഗീതു അകത്തി ആടി കിടന്നു. എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഗീതു അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറയാം. വരുണിന് എന്തെങ്കിലും പറ്റിയോ? ഗോവിന്ദിന് വല്ലാത്ത ടെൻഷൻ. ഒന്നും പറ്റി കാണാൻ ചാൻസ് ഒന്നുമില്ല. കാരണം ഫ്ലവർ വേസ് കൊണ്ടുള്ള അടിയല്ലേ, ചെറുതായിട്ടൊന്നും ബോധം കെട്ടോ കാണത്തുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല കണ്ടിട്ടാ, ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നുണ്ട്.
ഗീത പറഞ്ഞു വരണ്ടാരും തോന്നിപ്പോയി. ഇങ്ങോട്ട് ഇവര് വരുമെന്ന് ഓർത്തിട്ടാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഇതിപ്പോ വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ. നാളെ നേരം എടുത്ത് നമുക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവുള്ളെന്ന് ഗീത പറയാ. ഇത് കേട്ടതും ഗോവിന്ദ് പറയും ശരിയാ, എത്രയും പെട്ടെന്ന് പോണം. പക്ഷേങ്കിൽ ഇവരെത്ര ദിവസം ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലോ. ഇവർ നാളെ പോവാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പിന്നെ ഗീതുവിനാണെ വെപ്രാളം. ആകെപ്പാടെ ആദ്യരാത്രി ആഘോഷിക്കണം, അടിച്ചു പൊളിക്കണം, ഹണിമൂൺ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നാ. പക്ഷെ വന്നു കഴിയുമ്പോൾ ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങൾ ഓരോ കൂനിമേ കുരു എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ. ഈ സമയം രാധികാമ ഗോവിന്ദനെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചു കഴിയുമ്പോൾ ഗോവിന്ദ് ഫോൺ എടുത്തില്ല. എന്താ അമ്മ വിളിച്ചിട്ട് കോൾ എടുക്കാത്തെ? ഇപ്പൊ എടുത്താൽ ശരിയാത്തില്ലെന്ന് പറയണേ. കോൾ എടുക്ക. ഇപ്പൊ വിളിച്ചാൽ ശരിയാത്തില്ല, ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാന്ന് പറയണേ. രാധികാമ്മ എടുത്ത് ഇവൻ എന്താ പറ്റി കോൾ എടുക്കാത്തെ? മുംബൈക്കാന്നും പറഞ്ഞ് പോയിട്ട് ഇതുവരെയായിട്ടൊരു വിവരമില്ലോ. സാധാരണഗതിയിൽ അവിടെ എത്തിയെന്നും പറഞ്ഞ് വിളിക്കേണ്ട, അതും വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ തങ്ങളെ യാത്ര പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞു കാണുമോ? അതുകൊണ്ടാണ്. അങ്ങനെ ആ വഴിയൊന്നും ഇല്ല. പിന്നെ ഗീതു അവളുടെ വീട്ടിലാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ എന്തോ അവൾ കോൾ എടുക്കാത്തതിൽ രാധികാമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ ഗീതുവിനും കൊണ്ടാണോ പോയത്? ഗീതുവിനും കൊണ്ട് പോകാനായിട്ട് വഴിയില്ല. ഗീതുവിന്റെ വീട്ടിലേക്ക് പോയേക്കുവാണല്ലോ. സാരമില്ല, നാളെ നാളത്തെ ഞാൻ കൂടി ചെല്ലുമല്ലോ, അപ്പം അറിയാം. അങ്ങനെയൊക്കെ കുറച്ച് സമാധാനിച്ച് രാധികാമ്മ കിടന്നുറങ്ങുവാണ്. ഇങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ അവർണിക നേരെ അജാസിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ അജാസിനെ കണ്ടു കഴിഞ്ഞപ്പം അജാസിനോട് കിഷോറിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജാസ് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കാരണം അവനൊരു എട്ടിന്റെ പണി കൊടുക്കണ്ടേ. ഗീതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ രാധികാമ്മയുടെ ആ തെളിവുകളെല്ലാം അവന്റെ കയ്യിലുണ്ട്. ആ തെളിവുകൾ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചേ പറ്റുള്ളൂ അവർണിയോട് അജാസ് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർണിയോട് ശരിയാ, പക്ഷെ അവനത് പെട്ടെന്നൊന്നും അങ്ങനെ കീഴടങ്ങുന്ന ടൈപ്പ് അല്ല അജാസിക്ക. അവനെ വഴുതി മാറിക്കൊണ്ടേ ഇരിക്കുക. പക്ഷെ അതവിടെ എവിടെയോ അവൻ ആ തെളിവ് വെച്ചിട്ടുണ്ട്. ആ തെളിവ് കിട്ടുവാണെങ്കിൽ ഗീതുവിന്റെ ഗോവിന്ദന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം അവരുടെ ജീവിതമാണ് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. രാധികാമ്മ ഒറ്റ ഒരാൾ കാണാം. രാധികാമ്മ ഒരു പെരുങ്കള്ളിയാണ്. അല്ലെങ്കിൽ അവര് ഇപ്പോഴും ഗോവിന്ദനെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗോവിന്ദന് പിന്നെ അവരെ വീട്ടിൽ നിർത്തില്ല, ആ സെക്കൻഡിൽ തന്നെ അടിച്ചിറക്കും. പക്ഷെ അതിന് വേണ്ട ആ തെളിവുകൾ വേണം. പക്ഷെ ആ തെളിവ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട അജാസ് ഒന്ന് നോക്കട്ടെ, ഒരു പക്ഷെ ഇനിയിപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. കിഷോറിനെ ഭീഷണിപ്പെടുത്തിയ തെളിവുകളൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. പിന്നെ പറഞ്ഞല്ലോ സ്വത്തുക്കളുടെ കാര്യം, ആ സ്വത്തുക്കളുടെ കാര്യം തന്നെ നമുക്ക് സംസാരിക്കാന്ന് പറയാം. അവർണിയുടെ അച്ഛൻ എഴുതി തന്ന സ്വത്ത് അത് കിഷോറിന്റെ പേരിലും കൂടെ എഴുതി തന്നെ അവർണിയുടെ പേരിലേക്ക് മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും അവർണി ശരിയാ, അജാസയ്ക്ക് ഒന്ന് വരട്ടി നോക്ക്, ചിലപ്പം നടന്നാലോ എന്ന് പറയാണ്. അങ്ങനെ വൈകുന്നേരം ഓഫീസിൽ അജാസിന്റെ കൂടെയാണ് അവർണിക വീട്ടിലേക്ക് വരുമ്പോൾ കിഷോർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കിഷോറിന് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അജാസ് ചോദിച്ചു, അല്ല നേരത്തെ കിഷോർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏതോ ഒരാള് കുറെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തുന്ന പാർട്ട്ണർ, അതായത് അപർണികയുടെ പാർട്ട്ണർ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തുന്ന, അല്ല അയാളുമായിട്ട് കിഷോർ സംസാരിച്ചു എന്ന് ചോദിക്കും. എന്നാൾ സംസാരിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു പറയണം. അയാൾ സംസാരിച്ചു, എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? സ്വത്തുക്കളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു എന്ന് ചോദിക്കുക. ഇത് കേട്ടാൽ കിഷോർ ഒന്ന് വയ്യാൻ നിൽക്കുക. അല്ല അത് പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം തരാന്ന് പറഞ്ഞു, തരത്തില്ലെന്ന് പറയാൻ പറ്റില്ലോ. അങ്ങനെയാണെങ്കിൽ അജാസ് കയറി ഇടപെടുമെന്നറിയാം. എന്നാൽ എത്രയും പെട്ടെന്ന് അത് മേടിച്ചെടുക്കാൻ നോക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇടപെടണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവർണിക. ആ സെക്കൻഡ് അവൻ്റെ കൈയും കാലും തല്ലി ഓടിച്ച് അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അവർണി പറഞ്ഞു, വേണ്ട, അവൻ തരുമോ നോക്കാം, അവനോട് ഞാനും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, തന്നില്ലെങ്കിൽ അജാസയ്ക്ക് ഇടപെട്ടാൽ മതി എന്ന് പറയാണ്. എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അജാസ് അങ്ങോട്ട് പോവാണ്. ഈ സമയം അവർണിക നേരെ കിഷോറിൻ്റെ അടുത്തേക്കുന്നു. കേട്ടില്ലേ, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പം തന്നെ കിഷോറിൻ്റെ അടിച്ച് നിരപ്പാക്കിയിടും. പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലോ. മര്യാദയാണ് മര്യാദ. എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കള് എൻ്റെ പേർക്ക് തരുന്ന എനിക്ക് നല്ലത്, അല്ലെങ്കിൽ നീ വെറുതെ ജീവനോടെ ഭൂമിക്ക് മീതെ കാണത്തില്ല, അറിയാലോ എന്ന് പറയുവാണ്. ഇത് കേട്ടത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കിഷോർ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.